അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽറാസ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ റമളാൻ മാസത്തിലെ മൂന്നാമത്തെ ജുമുഅയുടെ നുബാത്തിയ ഖുതുബ ആശയ വിവർത്തന സന്ദേശത്തിലേക്ക് സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AR പാറയിൽ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം റമളാനിലെ ശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെ കടന്നുപോവുകയാണ്. വിശ്വാസിയുടെ കൽബ് വിറകൊള്ളേണ്ട, ആത്മാവ് തുടിക്കേണ്ട നിമിഷങ്ങളാണിത്. മാസങ്ങളുടെ നേതാവായ റമളാൻ അതിന്റെ വിടവാങ്ങലിനൊരുങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ ലൈലത്തുൽ ഖദർ അഥവാ പുണ്യങ്ങളുടെ പൂക്കാലമായ ആ മഹത്തായ രാത്രി 1000 മാസങ്ങളെക്കാൾ അഥവാ ഒരു മനുഷ്യായുസ്സിനേക്കാൾ പുണ്യം ഒരു രാത്രി കൊണ്ട് വാരിക്കൂട്ടാൻ വിശ്വാസിക്ക് ലഭിക്കുന്ന സുവർണാവസരമാണിത്. ഹൃദയങ്ങളിലെ ഇരുട്ടകറ്റാനും പാപക്കറകൾ കഴുകിക്കളയാനും അള്ളാഹു നിശ്ചയിച്ച ആ പ്രത്യേക മുഹൂർത്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ നാളെ പരലോകത്ത് തുലാസിൽ തൂക്കപ്പെടുമ്പോൾ അവിടെ വിജയിക്കാനുള്ള പാഥേയം ഈ രാത്രികളിൽ നിന്നാണ് നാം കണ്ടെത്തേണ്ടത്. മരണം നമുക്ക് പിന്നാലെയുണ്ട് എന്ന ബോധ്യത്തോടെ ഈ റമളാനിലെ ശേഷിക്കുന്ന നിമിഷങ്ങളെ എങ്ങനെ ധന്യമാക്കാം എന്ന ഗൗരവകരമായ ചിന്തയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും അവന്റെ സ്മരണയിൽ ഹൃദയം നിറച്ചും നമുക്ക് ഈ ഖുതുബയിലേക്ക് കടക്കാം. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. മനുഷ്യഹൃദയങ്ങളിൽ അവൻ തന്റെ ആത്മജ്ഞാനത്തിന്റെ വിത്തുകൾ പാകി അവിടുത്തെ പരിശുദ്ധമായ സ്മരണകളാൽ ആ കൽബുകൾ ശാന്തിയും സമാധാനവും കണ്ടെത്തി. അള്ളാഹു തന്റെ സൃഷ്ടിജാലങ്ങളിൽ അനുഗ്രഹങ്ങളെ സമൃദ്ധമായി വർഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നത് ഓരോ സൃഷ്ടിയുടെയും അനിവാര്യമായ ബാധ്യതയും കടപ്പാടുമായി തീർന്നിരിക്കുന്നു. 7 ആകാശങ്ങളോടും ഭൂമികളോടും തന്നെ അനുസരിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അവ സസന്തോഷം ആ കൽപ്പന സ്വീകരിച്ചു. കരയിലും കടലിലുമായി വ്യാപിച്ചു കിടക്കുന്ന തന്റെ അസംഖ്യം സൃഷ്ടിജാലങ്ങളെ പരിരക്ഷിക്കാനും പരിപാലിക്കാനും ആ സർവശക്തന് ഒട്ടും പ്രയാസമില്ല. അവൻ നൽകിയ വിപുലമായ അനുഗ്രഹങ്ങൾക്കും ജോഡികളായും അല്ലാതെയും അവൻ ചൊരിഞ്ഞ നിഅ്മത്തുകൾക്കും ഞാൻ അവനെ സ്തുതിക്കുന്നു. ആ ഗംഭീരമായ ഔദാര്യങ്ങൾക്കും അളവറ്റ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവിക ഔദാര്യങ്ങളുടെ എല്ലാ വിഹിതങ്ങളെയും സ്പർശിക്കുന്നതും അവന്റെ സമഗ്രമായ ആദരങ്ങളെയും പ്രഭയെയും തേടുന്നതുമായ അതിമഹത്തായ ഒരു സ്തുതി കൊണ്ട് ഞാൻ അവനെ പുകഴ്ത്തുന്നു. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ലെന്നും അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആത്മീയ രോഗങ്ങളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന സാക്ഷ്യമാണത്. പാപങ്ങളുടെ അന്ധകാരത്തെ നീക്കി ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന സത്യവചനമാണത്. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹു തന്റെ പ്രവാചകനെ നിയോഗിച്ചത് വിശുദ്ധമായ വേദഗ്രന്ഥവുമായിട്ടാണ്. മുൻപ് ഇറക്കപ്പെട്ട തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങളെ സംരക്ഷിക്കുന്നവരായും അവയുടെ മേൽനോട്ടം വഹിക്കുന്നവരായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. ആ പ്രവാചകൻ മനുഷ്യഹൃദയങ്ങളിലെ അവ്യക്തതകളും ആശങ്കകളും ദൂരീകരിച്ചു. ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും ആ വേദഗ്രന്ഥത്തിലൂടെ അവിടുന്ന് സുവ്യക്തമായ പരിഹാരങ്ങൾ നൽകി. ഗുണദോഷങ്ങളിലൂടെയും താക്കീതുകളിലൂടെയും അവിടുന്ന് ജനങ്ങളെ സത്യത്തിന്റെ പാതയിലേക്ക് ക്ഷണിച്ചു. സത്യമാർഗത്തിൽ നിന്നുള്ള പിന്നോട്ടുപോക്കിനെയും വീഴ്ചകളെയും അവിടുന്ന് വിരോധിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്രാന്തമായി പരിശ്രമിച്ചു. രാപ്പകലുകൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം ആ പ്രവാചകനിലും അവിടുത്തെ കുടുംബത്തിലും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. രാവും പകലും നമുക്ക് ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നുണ്ട്. അവ സംഭവിക്കുന്ന കഥകൾ രാപ്പകലുകൾ നമുക്ക് പകർന്നു നൽകുന്ന അറിവുകളാണ്. ഹിറാ ഗുഹയുടെ മുകളിൽ സബീർ മലയിലെ പക്ഷികളുടെയും കിളികളുടെയും കളകൂജനങ്ങൾ പ്രതിധ്വനിക്കുന്നത് പോലെ അവിടുത്തെ സ്മരണകൾ ലോകത്തുടനീളം മാറ്റൊലികൊള്ളട്ടെ. ജനങ്ങളെ, അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ, തഖ്വ കൈകൊള്ളുവിൻ. അനിവാര്യമായ ആ മഹായാത്രയ്ക്കായി നിങ്ങൾ സജ്ജരാകുവിൻ. ഇതാ മരണവാറണ്ട് നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ രോഗങ്ങൾക്ക് ചികിത്സിപ്പിൻ. അതിനുള്ള സുസജ്ജമായ അവസരങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. നിങ്ങൾ രാത്രികളിലും സൽക്കർമ്മങ്ങളിൽ മുഴുകുവിൻ. രാത്രികാലങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ട് അധ്വാനിച്ചവരൊക്കെയും ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ ദാസന്മാരെ, ഇത് മാസങ്ങളുടെ സുൽത്താനും നേതാവുമായ നിങ്ങളുടെ പ്രിയപ്പെട്ട റമളാൻ മാസമാണ്. ഹൃദയങ്ങളുടെ പൂട്ടുകൾ തുറക്കുന്ന മനസ്സിന്റെ വിങ്ങലുകൾക്ക് ശമനമേകുന്ന മാസം. നാശത്തിന്റെയും ദുരിതങ്ങളുടെയും കയങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന പുണ്യമാസം. എല്ലാ സുപ്രധാന നിശ്ചയങ്ങളും വിധിനിർണയങ്ങളും നിർവഹിക്കപ്പെടുന്ന ഒരു പ്രത്യേക മഹത്തായ രാത്രി ഈ മാസത്തിലുണ്ട്. അള്ളാഹു ആ രാത്രിയെ 1000 മാസത്തേക്കാൾ പുണ്യമേറിയതാക്കി മാറ്റി. പ്രഭാതോദയം വരെ ആ രാത്രിയെ അവൻ സമാധാനത്തിന്റെയും ശാന്തിയുടെയും കേന്ദ്രമാക്കി നിശ്ചയിച്ചു. പശ്ചാത്തപിച്ച് മടങ്ങുന്നവരും പ്രാർത്ഥനയിൽ മുഴുകുന്നവരും ആ മുഹൂർത്തം കണ്ടെത്തിയാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കാതിരിക്കില്ല. ചിന്തയുടെയും വിവേകത്തിന്റെയും കണ്ണുകൊണ്ട് നോക്കുന്നവർ എവിടെ പോയി? ഉൾക്കണ്ണിന്റെ യാഥാർത്ഥ്യം കൊണ്ട് ആലോചിക്കുന്നവർ എവിടെ? രാപ്പകലുകളുടെ ഈ മാറ്റങ്ങളിൽ ചിന്തിക്കുന്നവർ എവിടെയാണ്? രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിന്റെ ആ വചനം നിങ്ങൾ മറന്നുപോയോ? ഈ ഭൗതിക ജീവിതം തുലോം നിസാരമായ ഒരു വിഭവം മാത്രമാണ്. പരലോകമാണ് ശാശ്വതമായ ഭവനം. നീണ്ട വ്യാമോഹങ്ങളിൽപ്പെട്ട് വഞ്ചിതരായവരെ, മരണം ആസന്നമായിരിക്കുന്നത് ശ്രദ്ധിക്കാത്തവരെ, സൽക്കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയവരെ, തെറ്റുകളിലും വിരസതയിലും സ്ഥിരമായി തുടരുന്നവരെ, ഉണരുവിൻ. ഇത് നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സമയമാണ്.
നിങ്ങളുടെ പരലോകത്തേക്കുള്ള പാഥേയം ഒരുക്കേണ്ട നിമിഷങ്ങളാണിത്. ഇതുപോലുള്ള പുണ്യദിനങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവർത്തിച്ചു വന്നെന്നു വരില്ല. അതിനു മുമ്പ് മരണം നിങ്ങളെ തേടിയെത്തിയേക്കാം. അടുത്ത വർഷം ഈ റമദാൻ മാസം ആഗതമാകുമ്പോഴേക്ക് ഒരുപക്ഷേ നിങ്ങൾ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് സ്വന്തം തന്നിഷ്ടങ്ങളുടെ മയക്കത്തിൽ നിന്ന് കൽബിനെ ഉണർത്തുന്നവർക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. മറ്റുള്ളവരിൽ നാം പുകഴ്ത്തുന്ന നല്ല ഗുണങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിധി നിങ്ങളെക്കൊണ്ട് പന്താടുന്നതിനു മുമ്പ്, നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കുന്നതിനു മുമ്പ്, നിങ്ങളുടെ വീടുകൾ നിങ്ങളെ വിട്ടു വിജനമാകുന്നതിനു മുമ്പ്, നിങ്ങളുടെ ഒഴികഴിവുകൾ ആരും കേൾക്കാതാകുന്നതിനു മുമ്പ് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കർമ്മങ്ങളുടെ ഭാവി ഭൂതകാലമായി മാറുന്നതിനു മുമ്പ് കർമ്മനിരതരാവുക. ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾക്ക് ഇഹലോകത്ത് ഭാവിയൊന്നുമില്ല. എല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാത്രമാണ്. ശക്തമായ ആയുസ് ബലഹീനമാകുന്നതിനു മുമ്പും പുത്തൻ ശരീരം പഴകി ജീർണിക്കുന്നതിനു മുമ്പും നിങ്ങളുടെ ഉന്നതമായ ശബ്ദം വിസ്മൃതിയിൽ ആണ്ടുപോകുന്നതിനു മുമ്പും ഈ സത്യങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ മുൻഗാമികളിൽ നിങ്ങൾ കണ്ട പാരമ്പര്യം ഇതാണ്. നാമാവശേഷമായി കടന്നുപോയവരുടെ പാതയും ഇതുതന്നെയാണ്. വഞ്ചിതരായവരെ, അല്ലാഹുവാണ് സത്യം. ഇതാണ് നിങ്ങളുടെയും ഗതി. വൈകാതെ നിങ്ങളെയും മരണം പിടികൂടും. നിങ്ങൾ കബറുകളിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെടും. നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ഹാജരാക്കപ്പെടും. നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് അവിടെ ചോദിക്കപ്പെടും. ഇതൊക്കെ വെറും ഇന്ദ്രജാലമാണോ, സിഹിറാണോ, അതോ നിങ്ങൾ ചിന്തിക്കാത്തതാണോ? ആകാശഭൂമികളുടെ നാഥൻ തന്നെയാണ് സത്യം. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് എത്രത്തോളം സത്യമാണോ അത്രത്തോളം സത്യമാണ് വരാനിരിക്കുന്ന ഈ കാര്യങ്ങളും. ഏതൊരു ജലസ്രോതസ്സിലേക്ക് ഇറങ്ങുമ്പോഴും അതിന്റെ ഉറവിടം കൃത്യമായി മനസ്സിലാക്കാതെയും വിവേചനമില്ലാതെയും തിക്കിത്തിരക്കി അതിലേക്ക് പ്രവേശിക്കാത്ത വിവേകമതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധമായ തഖ്വയുടെ ഏറ്റവും അഭിമാനകരവും ശ്രേഷ്ഠവുമായ ഉടയാടകൾ കൊണ്ട് അള്ളാഹു നമ്മെ അണിയിക്കട്ടെ. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യമുള്ളവരായും വാക്കും പ്രവൃത്തിയും തമ്മിൽ എതിരാകുന്നവരായും അള്ളാഹു നമ്മെ മാറ്റാതിരിക്കട്ടെ. അത്തരം കപടതയുള്ളവരിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതാ ലോകത്തെ ഏറ്റവും തേജസ്സുറ്റതും ഉജ്ജ്വലവുമായ രചന, സത്യവിശ്വാസികൾക്ക് ആവേശകരമായ പ്രചോദനങ്ങളാലും ധിക്കാരികൾക്ക് ഭയാനകമായ പ്രകോപനങ്ങളാലും താക്കീതുകളാലും ഏറ്റവുമധികം നിറഞ്ഞ വചനം. സകല ഗുണങ്ങളുടെയും ഉറവിടമായ നല്ലവനും തന്റെ സൃഷ്ടികളോട് അതിരറ്റ സ്നേഹമുള്ള പരമദയാലുവുമായ നമ്മുടെ നാഥന്റെ വിശുദ്ധമായ വചനങ്ങളിതാ. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു. പരമദയാപരനും കരുണാവാരിധിയുമായ. നിശ്ചയം ഈ ഖുർആനെ നാം ഖദ്റിന്റെ രാവിൽ ഇറക്കിയിരിക്കുന്നു. ഖദ്റിന്റെ രാവ് എന്നാൽ എന്താണെന്നു താങ്കൾക്കറിയുമോ? അത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവാണ്. ആ രാത്രിയിൽ മലക്കുകൾ അകമ്പടിയായി എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവുമായി ജിബ്രീൽ ഇറങ്ങിവരും. ആ രാത്രിയിൽ പ്രഭാതോദയം വരെ സമാധാനം. പരിശുദ്ധ ഖുർആനിലെ വിശുദ്ധമായ വാക്യങ്ങൾ കൊണ്ടും വിജ്ഞാനം നിറഞ്ഞ തത്വപൂർണമായ ദിക്റുകൾ കൊണ്ടും അള്ളാഹു നമുക്കേവർക്കും ഉപകാരവും നന്മയും പ്രദാനം ചെയ്യട്ടെ. ശബ്ദനും നിന്ദ്യനുമായ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹു തന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ അവനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ അനുസരിക്കാനും ആ സർവശക്തന് പൂർണ്ണമായി കീഴ്വഴങ്ങാനും എന്നോടും നിങ്ങളോടും ഞാൻ ആവർത്തിച്ചുപദേശിക്കുന്നു. അള്ളാഹു വിരോധിച്ചതും തടഞ്ഞതുമായ മ്ലേച്ഛവും ദുഷിച്ചതുമായ പാപങ്ങൾ ചെയ്യുന്നതിനെ തൊട്ടും അവനെ ധിക്കരിക്കുന്നതിനെ തൊട്ടും എന്നോടും നിങ്ങളോടും ഞാനിതാ ഗൗരവപൂർവ്വം വിലക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഉന്നതമായ പ്രതിഫലം ഞാൻ ആശിക്കുന്നു. ആ പുണ്യത്തിനായി നിങ്ങൾ റബ്ബിനോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുവീൻ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാനിതാ പാപമോചനത്തിനായി ദുആ ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും സകല മുസ്ലിംകൾക്കും മുഅ്മിനുകൾക്കും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് മാപ്പിനപേക്ഷിക്കുന്നു. നിങ്ങളും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യുവീൻ. നിശ്ചയമായും അവൻ പാപങ്ങൾ ധാരാളം പൊറുക്കുന്നവനും കരുണാവാരിധിയുമായ റഹീമുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ശരിയായ വാക്കു പറയുകയും ചെയ്യുക. എന്നാൽ നിങ്ങളുടെ കർമ്മങ്ങൾ അവൻ നന്നാക്കിത്തരും. പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ അവൻ വമ്പിച്ച വിജയം നേടിയവനായി. സ്തുതികളെല്ലാം അത്യുദാരനും ഏക ആരാധ്യനുമായ അള്ളാഹുവിനാണ്. പരമകാരുണ്യവാനായ അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധ്യനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സർവ്വസൃഷ്ടികളിലും വെച്ച് അതിശ്രേഷ്ഠൻ അള്ളാഹുവിന്റെ സന്ദേശവാഹകനും പ്രിയദാസനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നുവെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സുജൂദിലായി മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ പരിശുദ്ധ കുടുംബത്തിന്റെയും മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങളോട് ഞാൻ അള്ളാഹുവിലുള്ള തഖ്വ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നിർബന്ധമാക്കിയ ഫർലായ കർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരു മഹത്തായ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലാദ്യമായി അവൻ തന്നെക്കുറിച്ചും രണ്ടാമതായി അവന്റെ പരിശുദ്ധി വാഴ്ത്തുന്ന മലക്കുകളെക്കുറിച്ചും പരാമർശിച്ചു. തുടർന്ന് സകല വിശ്വാസികളെയും അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു ഇപ്രകാരം അരുളി: നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുടെ മേൽ സ്വലാത്തും സലാമും ധാരാളമായി ചൊല്ലുവിൻ.
അല്ലാഹുവേ, നിന്റെ തിരുദൂതരും ഞങ്ങളുടെ നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തൃക്കൈയിലിരുന്ന ചരൽക്കല്ലുകൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയും ആ പവിത്രമായ വിരലുകൾക്കിടയിൽ നിന്ന് പരിശുദ്ധ തീർത്ഥജലം ഉറവ പൊട്ടിയൊഴുകുകയും ചെയ്ത അത്ഭുതങ്ങൾ നാം അനുസ്മരിക്കുന്നു. അല്ലാഹുവേ, സച്ചരിതരായ ഖലീഫമാരിൽ പ്രമുഖരും കനിവിന്റെ നേതാവും വിശ്വാസികളുടെ അമീറുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നീ പ്രീതിപ്പെടുമാറാകണമേ. സ്വഹാബികളിലെ അതിശ്രേഷ്ഠരും നീതിമാനായ ഭരണാധികാരിയുമായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നീ തൃപ്തിയടയണമേ. അത്യുദാരനും മണവാളന്മാരുടെ നേതാവുമായ ഉസ്മാനുബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്റെ കാരുണ്യം വർഷിക്കണമേ. വിജ്ഞാനത്തിന്റെ കവാടവും അത്ഭുതകരമായ ധീരതയുടെ ഉടമയുമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നീ സംതൃപ്തനാകണമേ. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പിതൃവ്യന്മാരായ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരിലും മറ്റു മുഴുവൻ സ്വഹാബികളിലും നീ തൃപ്തിപ്പെടണമേ. അല്ലാഹുവേ, സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പാപമോചനം നൽകണമേ. മുസ്ലിംകളായ മുഴുവൻ സഹോദരങ്ങൾക്കും അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മൺമറഞ്ഞു പോയവർക്കും നീ പുറത്തു നൽകണമേ. നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനും ആവശ്യങ്ങൾ സഫലമാക്കുന്നവനുമാണല്ലോ. അവരുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കുകയും സ്വർഗത്തെ അവരുടെ നിത്യവാസ സ്ഥലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, അങ്ങേയറ്റം ദുസ്സഹമായ ആ സങ്കേതത്തിലെ വിറകുകൊള്ളികളായി ഞങ്ങളെ മാറ്റരുതേ അല്ലാ. ഞങ്ങളുടെ ദേഹത്തെ അഗ്നിബാധയിൽ നിന്ന് നീ മോചിപ്പിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങൾക്ക് മുൻപേ വിശ്വാസികളായി ജീവിച്ചു പോയ സഹോദരങ്ങൾക്കും നീ മാപ്പു നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസികളോട് യാതൊരുവിധ വിദ്വേഷവും നീ ഉണ്ടാക്കരുതേ അല്ലാ. നിശ്ചയമായും നീ ഏറെ ദയാലുവും കരുണാവാരിധിയുമാകുന്നു റബ്ബേ. സത്യം നിലനിർത്താനും നന്മ പ്രവർത്തിക്കാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുമാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. നീചവൃത്തികളും തിന്മകളും അതിക്രമങ്ങളും അവൻ കർശനമായി വിലക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു പാഠം ഉൾക്കൊള്ളാനാണ് അവൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണയായ ദിക്ർ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സദുദ്യമം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ലൈക്കുകളും അൺലൈക്കുകളും തിരഞ്ഞെടുക്കുക. അടുത്താഴ്ചയിലെ ജുമുഅയുടെ നുബാത്തിയ ഖുതുബയുടെ ആശയ വിവർത്തന സന്ദേശം യഥാസമയം ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.